ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാം മൈ ലേണിംഗ്. സോ NSMCയുടെ ഫിസിക്സിലെ ക്ലാസ് 7ലെ ഹീറ്റ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇലക്ട്രിസിറ്റി ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇലക്ട്രിസിറ്റി ആരെയും കാണാൻ ബാക്കിയുണ്ട്, അത് പോയി കണ്ടിട്ട് വേണം നിങ്ങൾ ഹീറ്റ് വന്ന് കാണുക. ആൻഡ് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ അതിൻ്റെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ടൈം കളയാതെ എന്ത് ചെയ്യാം, വീഡിയോനകത്തോട്ട് പോകാം. സോ നിങ്ങളുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് ഇതാണ്, ഹീറ്റ് ട്രാൻസ്മിഷൻ. സോ നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് ഹീറ്റ് ട്രാൻസ്മിറ്റ് ആവാൻ 3 ടൈപ്പ് ഓഫ് വേസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരെണ്ണം കണ്ടക്ഷൻ, അടുത്തത് കൺവെക്ഷൻ ആൻഡ് അടുത്തത് റേഡിയേഷൻ. സോ സോളിഡ്സിനകത്ത് കാണുന്ന കണ്ടക്ഷൻ ആണ് എന്ത്, സോളിഡ്സിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന എന്താണ്, കണ്ടക്ഷൻ ആണ്. അവിടെ എന്തായിരിക്കില്ല, ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ടാകുമോ? മൂവ്മെന്റ് ഉണ്ടാകില്ല അല്ലെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിട്ടുണ്ട്. എക്സ്പെരിമെന്റ് ഇതാണ്, നിങ്ങൾക്ക് ഒരു പിൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരു പിന്നെ നിങ്ങൾ ഒരു സ്റ്റൗവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹീറ്റിംഗ് സോഴ്സിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നിങ്ങനെ പിടിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താവും, നിങ്ങളുടെ പിന്നിന്റെ ഹീറ്റ് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കൈ ഹീറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. ആൻഡ് അവിടെ ആക്ച്വൽ മൂവ്മെന്റ് നടക്കുന്നുണ്ടോ? ആക്ച്വൽ മൂവ്മെന്റ് നടക്കുന്നില്ല. പക്ഷേ ഈ പിന്നിനകത്ത് നിന്നുണ്ടാവും കുറേ മോളിക്യൂൾസ് ഉണ്ടാകും. ആൻഡ് ആ മോളിക്യൂൾസിനകത്ത് ആക്ച്വൽ മൂവ്മെന്റ് ഇല്ലാതെ അവിടുന്ന് ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതാണ് എന്ത്, കണ്ടക്ഷൻ. ആൻഡ് നിങ്ങളുടെ ലിക്വിഡ്സ് എടുക്കുകയാണെങ്കിൽ ലിക്വിഡ്സിനകത്ത് വാട്ടർ പോലത്തെ ലിക്വിഡ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ളതാണ് എന്ത്, കൺവെക്ഷൻ. ആൻഡ് അവിടെ എന്തുണ്ട്, ആക്ച്വൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഇനി വിത്തൗട്ട് മീഡിയം ഒന്നും ഇല്ലേല് ഹീറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ആവുന്നത്, റേഡിയേഷൻ വഴിയാണ്. അപ്പോൾ നമ്മുടെ സണ്ണിനകത്ത് നിന്ന് എർത്തിലോട്ട് എങ്ങനെയാണ് ഹീറ്റ് വരുന്നത്? അവിടെ സ്പേസിനകത്ത് മീഡിയം ഉണ്ടോ? സ്പേസിനകത്ത് മീഡിയം ഒന്നും ഇല്ല. എന്നിട്ട് പോലും സണ്ണിനകത്ത് നിന്ന് എർത്തിലോട്ട് ഹീറ്റ് വരുന്നുണ്ട്. ആൻഡ് അതെന്താണ്, അത് റേഡിയേഷൻ വഴിയാണ്. സോ നിങ്ങൾ ബേസിക് ആയിട്ട് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന് കണ്ടക്ഷൻ ആണ്, അവിടെ ആക്ച്വൽ മൂവ്മെന്റ് ഇല്ല. അടുത്തത് കൺവെക്ഷൻ ആണ്, അവിടെ എന്തുണ്ട്, മൂവ്മെന്റ് ഉണ്ട്. ആൻഡ് അടുത്തത് റേഡിയേഷൻ ആണ്, അവിടെ എന്തില്ല, അവിടെ മീഡിയത്തിന്റെ ആവശ്യമില്ല ഹീറ്റ് ട്രാൻസ്ഫർ ആവാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലോയും കൂടെ ഉണ്ട്, ലോ ഓഫ് കലോറിമെട്രി. ലോ ഓഫ് കലോറിമെട്രി പറയുന്നത് എന്താ? ദ ലോ ഓഫ് കലോറിമെട്രി സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ദ ടോട്ടൽ ഹീറ്റ് ലോസ്റ്റ് ബൈ എ ബോഡി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. അപ്പോൾ ഒരു ഹോട്ട് ബോഡി എത്രയാണോ ഹീറ്റ് ലോസ് ആവുന്നത്, അതേ ഹീറ്റ് ആയിരിക്കും കോൾഡ് ബോഡി ഗെയിൻ ആവുന്നത്. ആൻഡ് എവിടെ? ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ല. വിച്ച് മീൻസ് സറൗണ്ടിങ്സിലോട്ട് നിങ്ങൾക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവത്തില്ല. ആൻഡ് അതാണ് എന്ത്, നിങ്ങളുടെ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് മേ ബി അതെന്തായിരിക്കും, ഒരു തെർമോ ഫ്ലാസ്ക് ആകാം. ആൻഡ് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് കാണുന്ന തെർമോ ഫ്ലാസ്ക് ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസൊലേറ്റഡ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അതെന്തല്ല, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് സിസ്റ്റം അല്ല. എങ്കിൽ പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തെർമോ ഫ്ലാസ്കിനകത്ത് 2 ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരെണ്ണം കോൾഡ് ആണ്, ഒരെണ്ണം ഹോട്ടാണ്. അപ്പോൾ ഹോട്ടിനകത്തുള്ള ഹീറ്റ് എങ്ങോട്ട് പോകും? കോൾഡിനകത്തോട്ട് പോകും. കാരണം എന്താ, ഹീറ്റ് ആൾവേസ് ട്രാൻസ്ഫർ ഫ്രം ഹയർ ടെമ്പറേച്ചർ സോൺ ടു ലോവർ ടെമ്പറേച്ചർ സോൺ. ആൻഡ് ഇവിടെ ഇനീഷ്യലി നമ്മുടെ ഹോട്ടിന് 100 ആണെങ്കിലും ആൻഡ് കോൾഡിന് നിങ്ങൾ 10 ആണെന്നും അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹോട്ടിനകത്ത് നിന്ന് 10 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോട്ടിനകത്ത് നിന്ന് 10 അങ്ങോട്ട് പോയി ആ 10 ആർക്ക് കിട്ടും? കോൾഡിന് കിട്ടും. അതാണ് ലോ ഓഫ് കലോറിമെട്രി പറഞ്ഞത്. ഹീറ്റ് ലോസ്ഡ് ബൈ ഹോട്ട് ബോഡി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ മെറ്റൽ റോഡ് at 50 degrees Celsius, 50 degrees Celsius ഉള്ള ഒരു മെറ്റൽ റോഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ കണ്ടെയ്നർ ഓഫ് വാട്ടർ at 25 degrees Celsius. വാട്ടർ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള വാട്ടറിനകത്ത് 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു മെറ്റൽ റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ആഫ്റ്റർ സം ടൈം ടെമ്പറേച്ചർ ഓഫ് ദ റോഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ ഇസ് ഫൗണ്ട് ടു ബി 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയ സമയത്ത് നിങ്ങൾ കണ്ടു എന്താണ്, ടെമ്പറേച്ചർ ഓഫ് റോഡിന്റെയും വാട്ടർ എന്തായിട്ടുണ്ട്, 37 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ യു കൺക്ലൂഡ് അബൌട്ട് ദ ഹീറ്റ് ട്രാൻസ്ഫർ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്? നോക്കാം ഓരോ ഓപ്ഷൻസ്. ഹീറ്റ് ഫ്ലോ ഫ്രം വാട്ടർ ടു ദ റോഡ്, വാട്ടറിൽ നിന്ന് റോഡിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും? ഞാൻ നേരത്തെ പറഞ്ഞു, ഹയർ ടെമ്പറേച്ചർ സോണിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ടാണ് ഹീറ്റ് പോകുന്നത്. ഹൈയിൽ നിന്ന് ലോയിലോട്ടായിരിക്കും ഹീറ്റ് എപ്പോഴും എന്ത് ചെയ്യുക, പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ എത്രയാടാ, 25 അല്ലേ ഉള്ളൂ. ആൻഡ് റോഡ് എന്താ 50 ഉണ്ട്. അപ്പോൾ 25ൽ നിന്ന് 50ലോട്ട് പോകുമോ? ഇല്ല. കോൾഡിൽ നിന്ന് ഹോട്ടിലോട്ട് പോകുമോ? ഇല്ല. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് നമ്മുടെ യൂണിവേഴ്സ് അല്ല, വേറെ ഏതോ ഒരു യൂണിവേഴ്സ് ആണ്. സോ അടുത്ത ഓപ്ഷൻ നോക്കാം. ദ ടെമ്പറേച്ചർ മെഷർമെന്റ് ഈസ് ഇൻകറക്റ്റ്. അത് കൊള്ളാം. ടെമ്പറേച്ചർ മെഷർമെന്റ് ഈസ് ഇൻകറക്റ്റ്. അതാണോ? അല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ മെഷർമെന്റ് 37 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻകറക്റ്റ് അല്ല. അതിൽ അടുത്തത്, നോ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ റോഡ് ആൻഡ് വാട്ടർ. വാട്ടറിന്റെയും റോഡിന്റെയും ഇടയ്ക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ടില്ല. അത് പോസിബിൾ ആണോ? അല്ല.
ഒരു ഹയർ ടെമ്പറേച്ചർ സോൺ ഉണ്ട്, ഒരു ലോവർ ടെമ്പറേച്ചർ സോൺ ഉണ്ട്. ഒബിയസ്ലി ഇവിടുന്ന് ഹയറിൽ നിന്ന് ലോവറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അത് നാച്ചറിന്റെ റൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സിയും തെറ്റാണ്. അടുത്തത് ഹീറ്റ് ഫ്ലോ ഫ്രം ദ റോഡ് ടു വാട്ടർ. റോഡിൽ നിന്ന് വാട്ടറിലോട്ട് ഹീറ്റ് പോയി. കറക്റ്റ് അല്ലേ? റോഡ് എന്താ 50 ആണ്, വാട്ടർ എന്താ 25 ആണ്. ഒബിയസ്ലി 50ൽ നിന്ന് 25ലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. ഹയർ സോണിൽ നിന്ന് ലോവർ സോണിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാം. സോ അടുത്ത ടോപ്പിക് ആണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. തെർമൽ കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് ദാറ്റ് ഈസിലി അലോ ടു ഹീറ്റ് ഫ്ലോ ത്രൂ ദം. തെർമൽ കണ്ടക്ടേഴ്സ് എന്താ? അപ്പൊ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെന്താ? സബ്സ്റ്റൻസ് ദാറ്റ് അലോ പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസ് ഇലക്ട്രിസിറ്റിനെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. സിമിലർലി ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് തെർമൽ കണ്ടക്ടേഴ്സ്. റെഡി ആണല്ലോ? ആൻഡ് തെർമൽ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. ഇൻസുലേറ്റേഴ്സ് ആർ മെറ്റീരിയൽസ് ദാറ്റ് റെസിസ്റ്റ് ഓർ ബ്ലോക്ക് ഹീറ്റ് ഫ്ലോ. ഹീറ്റ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തെർമൽ റെസിസ്റ്റേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ആൻഡ് തെർമൽ ഇൻസുലേറ്റേഴ്സ് ഇതുപോലെയാണ്, അനാലജിക്കൽ ടു ഏതാണ് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. സോ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽസിന് എന്തായി കണക്കാക്കാം? കണ്ടക്ടറിന് ഒരു എക്സാമ്പിൾ ആക്കാം. റെഡി ആണല്ലോ? കണ്ടക്ടേഴ്സിന് മെറ്റൽസ് എന്താണ്? ഒരു എക്സാമ്പിൾ ആണ്. എല്ലാ മെറ്റൽസും എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇൻസുലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഡേ ടു ഡേ ലൈഫിനകത്ത് കാണുന്നതാണ്. കാരണം നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ കിച്ചണിനകത്ത് കണ്ടിട്ടുണ്ടാവും പാനില്ലേ? ഈ പാനിനകത്ത് നിങ്ങൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ പിടിക്കുമല്ലോ ഒരു ഹാൻഡിൽ. ആ ഹാൻഡിൽ പിടിച്ചാൽ നിങ്ങൾക്ക് ചൂട് കിട്ടുന്നുണ്ടോ? ഇല്ല. ആൻഡ് അങ്ങനെയാണെങ്കിൽ ചൂട് പാസ്സാകുന്നില്ല എന്നല്ല മനസ്സിലാകണ്ടേ? ചൂട് നിന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഹീറ്റിനെ ആ മെറ്റീരിയൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽ നമ്മൾ എന്ത് പറയും? ബേക്കലൈറ്റ്. അപ്പൊ കിച്ചൺ യൂട്ടൻസിൽസിന്റെ മെജോറിറ്റി, കുറച്ചൊക്കെ ഫ്രൈ പാൻസിന്റെ ഒക്കെ യൂട്ടൻസിൽസിന്റെ ഹാൻഡിൽ ഉണ്ടാക്കുന്നത് ആരാണ്? ബേക്കലൈറ്റ് ആണ്. അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ മെറ്റൽ ലെഗ് ഫീൽ കോൾഡർ ദാൻ ദ വുഡൻ ടോപ്പ് ഓഫ് ദ സെയിം ടേബിൾ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ബിക്കോസ് മെറ്റൽ തന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇപ്പൊ സ്കൂളിനകത്തൊക്കെ ഡെസ്ക് ബെഞ്ചൊക്കെ നിങ്ങൾ, എൻ്റെ സമയത്തൊക്കെ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ബെഞ്ചിന്റെ മുകളിൽ എന്തായിരിക്കും? ഡെസ്കിന്റെ അല്ലെങ്കിൽ ബെഞ്ചിന്റെ മുകളിൽ വുഡൻ ആയിരിക്കും. ആൻഡ് അതിന്റെ ലെഗ്സ് ഉണ്ടാവുമല്ലോ, 4 ലെഗ്സ് ഉണ്ടാവും അല്ലേ? അത് മെറ്റലായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് പിടിക്കുന്ന സമയത്ത്, ലെഗിനകത്ത് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു കോൾഡ് ഫീലിംഗ് വരും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കാം. മെറ്റൽ ലെഗ് ഫീൽ കോൾഡർ ദാൻ ദ വുഡൻ ടോപ്പ്. വുഡൻ ടോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും സെയിം ടെമ്പറേച്ചറിലല്ലേ ഇരിക്കുന്നത്. രണ്ടും റൂമിനകത്താണല്ലോ, രണ്ടും സെയിം ടെമ്പറേച്ചറാണ്. എങ്കിൽ പോലും നമുക്ക് എന്താണ് നമ്മുടെ ലെഗിനകത്ത് പിടിക്കുന്ന സമയത്ത് നമുക്ക് കോൾഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതിന്റെ റീസൺ എന്താ ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ നോക്കാം. ഈസ് ട്രൂലി അറ്റ് ലോ, മെറ്റൽ ഈസ് ട്രൂലി അറ്റ് ലോ ടെമ്പറേച്ചർ ആണോ? ഒരിക്കലല്ല. കാരണം എന്താ? രണ്ടും ഒരേ ടെമ്പറേച്ചർ ആണ്, ഒരേ റൂമിലാണ് ഇരിക്കുന്നത്. ഒരു ബെഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു ഡെസ്കിന്റെ 2 പാർട്സ് ആണ്, വുഡനും മെറ്റൽ ലെഗും. പക്ഷെ 2 ടെമ്പറേച്ചർ ആണോ? ഒബിയസ്ലി അല്ല. എന്നിട്ട് പോലും നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കോൾഡ് ഫീലിംഗ് വരുന്നത്? അങ്ങനെയാണ് ഓപ്ഷൻ എ തെറ്റാണ്. അടുത്ത് നോക്കാം. ഡ്രോ ഹീറ്റ് ഫ്രം ദ ഹീറ്റ് ഹാൻഡ് ഫാസ്റ്റർ. ഹാൻഡിൽ നിന്ന് ഹീറ്റിനെ പെട്ടെന്ന് വലിക്കുന്നു. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോർമലി നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ എന്തായിരിക്കും? ഒരു 25 അല്ലെങ്കിൽ ഒരു 30, മേ ബി ഒരു 31. സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ 36 ഒക്കെ ആയി പോകാം. പക്ഷെ നമ്മുടെ ഒരു നോർമൽ കേസിലാണെങ്കിൽ 27 ഒക്കെ ആയിരിക്കും അല്ലേ? എസ്പെഷ്യലി മൺസൂൺ സീസൺ ഒക്കെ ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ റൂമിനകത്തുള്ള ബെഞ്ചിന്റെ ടെമ്പറേച്ചർ ഏകദേശം അത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഡെസ്കിന്റെ. അപ്പൊ ഡെസ്കിന്റെ ലെഗിന്റെ ടെമ്പറേച്ചർ എന്തായിരിക്കും? അതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഹാൻഡ്, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഈസ് ഓൾമോസ്റ്റ് 37 അല്ലെങ്കിൽ 0.5 ഡിഗ്രി സെൽഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് 37 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഹാൻഡിനകത്ത് ഇവിടെ ഹീറ്റ് ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, വേണം ഇവിടെ ചെയ്ത് നോക്കിക്കോ, ഒരു ഹീറ്റ് ഉണ്ടല്ലോ. ആൻഡ് നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങളുടെ കൈയിനകത്ത് ഒരു ടെമ്പറേച്ചർ ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ മെറ്റൽ എന്താണ്? മെറ്റൽ ലെഗ് ഇവിടെ ഉണ്ട്. ആരെ? ബെഞ്ചിന്റെ മെറ്റൽ ലെഗ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പോയി പിടിക്കുന്ന സമയത്ത്, ഇതിനകത്ത് നിങ്ങൾ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താകും? നിങ്ങളുടെ കൈയിനകത്ത് ഹയർ ടെമ്പറേച്ചർ ആണല്ലോ, 37. ആൻഡ് നിങ്ങളുടെ ലെഗ് എന്താണ്? മേ ബി 27 ആയിരിക്കും. അപ്പൊ എന്താ? ഹയർ ടെമ്പറേച്ചർ സോണിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ സോണിലോട്ട് ഹീറ്റ് പോകുമോ? പോകും. ആൻഡ് ഇനി വുഡൻ ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റാലിക് ലെഗ് ഉണ്ട്. അപ്പൊ മെറ്റൽ കണ്ടക്ടർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് ഹീറ്റിന് വലിക്കും. എവിടെ നിന്ന്? നിങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പൊ നിങ്ങളുടെ കൈ എന്തായി? ഒബിയസ്ലി നിങ്ങളുടെ 37 എന്താവും? കുറയാൻ വേണ്ടി പോകും. അപ്പൊ നിങ്ങൾക്ക് എന്താവും? തണുത്തിട്ട് ഫീൽ ചെയ്യും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? മെറ്റൽസ് ഡ്രോ ഹീറ്റ്സ് ഫ്രം ദ ഹാൻഡ് ഫാസ്റ്റർ. റെഡി ആണല്ലോ? എന്നാൽ വുഡനകത്ത് വെക്കുന്ന സമയത്ത് അവര് അത്ര നല്ല കണ്ടക്ടർ ആണോ? അല്ല. വുഡ് നല്ല കണ്ടക്ടർ അല്ല. ഓഫ് കോഴ്സ് ആ 37 കുറയാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും.
അപ്പോൾ മെറ്റലാണെങ്കിൽ അത് നല്ല കണ്ടക്ടറാണ്. അപ്പോൾ 37 എന്ത് ചെയ്യും, കുറഞ്ഞിട്ട് പെട്ടെന്ന് കുറയും. അപ്പോൾ നിങ്ങളുടെ കൈ എന്തായിരിക്കും, കോൾഡർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ആവും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, എ തിക്ക് കോട്ടൺ ക്വിൽറ്റ്. ക്വിൽറ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ പുതപ്പ്. ഓക്കെ, കീപ്സ് എ പേഴ്സൺ വാമർ ദാൻ എ തിൻ വൺ ഓഫ് ദ സെയിം കോട്ടൺ ബിക്കോസ്. അപ്പോൾ നിങ്ങളുടെ ഈ AC ഒക്കെ ഇട്ടിട്ട് റൂമിനകത്ത് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താ കുറച്ച് കോൾഡ് ഫീലിംഗ് വരും. റെഡി അല്ലേ? കാരണം എന്താ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോട്ട് ഫീൽ ആവുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ അതിന്റെ മീനിങ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് നിങ്ങൾക്ക് തണുപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലാങ്കറ്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി എന്ത് ചെയ്യും, ആ ബ്ലാങ്കറ്റിനകത്ത് കവർ ആയിട്ടുള്ള എയറിന് എന്താക്കും, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ആക്കും. ആൻഡ് ആ ഹീറ്റ് നിങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ഉപയോഗിക്കുന്നത്, തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നത്. തിന്നായിട്ടാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. തിക്കാണെങ്കിൽ ഒരുപാട് നേരം പ്രിവെന്റ് ചെയ്യാം. അങ്ങനെ ആ ഹീറ്റിനെ നിങ്ങൾക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഹീറ്റ് അല്ലെങ്കിൽ ഹോട്ടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ട്രാപ്പ് എ ലാർജർ വോളിയം ഓഫ് എയർ അല്ലേ, എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ എയറിനെ ട്രാപ്പ് ആക്കുന്നുണ്ട്. ആര്? നിങ്ങളുടെ തിക്കായിട്ടുള്ള ബ്ലാങ്കറ്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കാണ് സീ ബ്രീസ്. സീ ബ്രീസ് ഒന്നുമില്ല, ഇവിടെ ആരുണ്ട്, സൺ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ മോർണിംഗ് ടൈമിനകത്ത് ആരുണ്ടാവും, സൺ ഉണ്ടാവും. ഈ സൺ എന്ത് ചെയ്യും, സണ്ണ് മോർണിംഗ് ടൈമിനകത്തുള്ള സൺ എന്ത് ചെയ്യും, ഹീറ്റ് കൊടുക്കും. ഇയാൾക്കും ഹീറ്റ് കൊടുക്കും. ആര്? ലാൻഡ്. ആൻഡ് ഇയാൾക്കും കൊടുക്കും ഹീറ്റ്. ആര്? ഓഷ്യൻ അഥവാ വാട്ടർ. അപ്പൊ ലാൻഡിനും കൊടുക്കും ഓഷ്യനും കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലാൻഡിനും ഓഷ്യനും രണ്ട് സ്വഭാവക്കാരാണ്. ഒരാൾ പെട്ടെന്ന് ഹീറ്റ് ആവും. ആര്? ലാൻഡ്. ഇയാള് ഫാസ്റ്റർ ആയിട്ട് ഹീറ്റ് ആവും, പെട്ടെന്ന് ഹീറ്റ് ആവും. എന്നാൽ ഓഷ്യനോ സ്ലോവർ ആയിരിക്കും. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യും, വലിയ ക്ലാസ്സിൽ പഠിക്കും. എങ്കിൽ ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കാം. ലാൻഡ് എന്താ പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് ഹീറ്റ് ആവും. ആൻഡ് ഓഷ്യന് സ്ലോവർ ആയിട്ടായിരിക്കും ഹീറ്റ് ആകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ലാൻഡ് ഹീറ്റ് ആയി ഒബ്വിയസ്ലി ഇവിടത്തെ എയർ എന്താവും, ഹീറ്റ് ആവും. റെഡി അല്ലേ? ലാൻഡ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള എയറും ഹീറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അതുപോലെ കമ്പാരിറ്റീവ്ലി ലാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓഷ്യൻ എന്തായിരിക്കും, ഇപ്പോൾ ചെറിയ ടെമ്പറേച്ചറിലായിരിക്കും. കാരണം അയാൾ ഹീറ്റ് ആവാൻ വേണ്ടി കുറച്ചധികം ടൈം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എയർ എന്തായിരിക്കും, കോൾഡ് ആയിരിക്കൂലേ. ആൻഡ് ഇവിടുത്തെ എന്താണ്, ഹോട്ടാണ്. സോ ഒബിയസ്ലി ഹോട്ട് ആയിട്ടുള്ളത് എന്ത് ചെയ്യും, അങ്ങോട്ട് കോൾഡിലോട്ട് പോകും. അപ്പൊ ഇവിടുന്ന് എന്താവും, അങ്ങോട്ട് ഒരു വിൻഡ് പോകും. റെഡി ആണല്ലോ? ഇവിടുന്ന് അങ്ങോട്ട് വിൻഡ് പോകും. കാരണം എന്താ, ഹോട്ട് റീജിയനിൽ നിന്ന് ലോവർ റീജിയനിലോട്ട് വിൻഡ് പാസ് ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായി, ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒബിയസ്ലി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഫ്ലോ വരൂലേ. റെഡി ആണല്ലോ? ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലോ അല്ലെ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആൻഡ് ഇവിടെ ഗ്യാപ്പ് വന്ന് സ്ഥിതിക്ക് ഇവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്യും, അങ്ങോട്ട് വരും. വിച്ച് മീൻസ് സീയിൽ നിന്ന് ലാൻഡിലോട്ട് ഒരു വിൻഡ് വരും. അതാണ് എന്ത്, സീ ബ്രീസ്. എപ്പോ? മോർണിംഗിൽ. റെഡി ആണല്ലോ? അതാണ് നിങ്ങളുടെ സീ ബ്രീസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അസേർഷൻ സീ ബ്രീസ് ബ്ലോ ഡ്യൂറിങ് ഡേ ടൈം. റെഡി ആണല്ലോ? മോർണിംഗിലാണ്, ഡേ ടൈമിലാണ് സീ ബ്രീസ്. കറക്റ്റ് ആണല്ലോ? കറക്റ്റ് ആണ്. അടുത്തത്, ദ എയർ അബവ് ദ സീ ഈസ് ഹോട്ട് ആൻഡ് മൂവ്സ് ടുവാർഡ് ലാൻഡ്. എയർ അബവ് ദ സീ ഈസ് ഹോട്ട്. സീന്റെ മുകളിലുള്ള എയർ ഹോട്ടാണ്. അതാണോ ഞാൻ നേരത്തെ പറഞ്ഞത്? അല്ലല്ലോ. ഓഷ്യൻ ഹീറ്റ് ആവാൻ വേണ്ടി കുറച്ച് അധികം ടൈം എടുക്കും. അപ്പൊ ഇവിടുത്തെ എയർ എന്തായിരിക്കും, കോൾഡ് ആണ് കമ്പാരിറ്റീവ്ലി ടു ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻഡ് മൂവ്സ് ടുവാർഡ്സ് ലാൻഡ്. അല്ലല്ലോ, നേരെ തിരിച്ചല്ലേ പറഞ്ഞത്? മൂവ് ടുവാർഡ്സ് ലാൻഡ് ആണോ? അതെ, മൂവ് ടുവാർഡ്സ് ലാൻഡ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, കോൾഡ് ആയിരുന്നു വരേണ്ടത്. അങ്ങനെ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ. എയും ആറും ട്രൂ ആണോ? അല്ല. അടുത്തത് തെറ്റി. അടുത്തത്, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. രണ്ടും ട്രൂ ആണെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതും അല്ല. അടുത്തത്, എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. കറക്റ്റ് അല്ലേ? എ ട്രൂ ആണ്, ഡേ ടൈമിലാണ് സീ ബ്രീസ് ഉള്ളത്. ആൻഡ് ആർ ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സി ഓപ്ഷൻ മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അത് പോകുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് ഒരു ടോപ്പിക് കൂടെ പറഞ്ഞുതരാം. സീ ബ്രീസിന്റെ നേരെ ഓപ്പോസിറ്റ് ലാൻഡ് ബ്രീസ് എപ്പോ നടക്കും? നൈറ്റില. കാരണം നൈറ്റിനകത്ത് സൺ എന്തായി, സെറ്റായി, അല്ലെങ്കിൽ സൺസെറ്റ് കഴിഞ്ഞു, സൂര്യൻ അസ്തമിച്ചു, സണ്ണ് പോയി. സണ്ണ് പോയ സ്ഥിതിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയാൾ പോയല്ലോ. ആര്? സണ്ണ് പോയി. സണ്ണ് പോയി കഴിഞ്ഞാൽ ഇയാൾ എന്താവും, തണുക്കാൻ തുടങ്ങും. റെഡിയല്ലേ? സണ്ണ് പോയല്ലോ. ഇനി ചൂടാവേണ്ട കാര്യമുണ്ടോ, ഹീറ്റ് ആവേണ്ട കാര്യമുണ്ടോ ലാൻഡ്? അപ്പൊ ലാൻഡ് എന്താവും, കോൾഡർ ആവാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ഇയാൾ എന്താവും, പെട്ടെന്ന് കൂളാവും. ആര്? ലാൻഡ്. പെട്ടെന്ന് ഹീറ്റ് ആയതുപോലെ പെട്ടെന്ന് കൂളാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആൻഡ് ഓഷ്യന്റെ കേസിൽ ഓഷ്യനിലോട്ട് വരുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ട്. ഇയാൾ മോർണിംഗ്
മോർണിംഗ് മുതൽ ഈവനിങ് വരെ ഹീറ്റായി കഷ്ടപ്പെട്ട് എന്തായി ഒന്ന് ഹീറ്റായി. ഇനി എന്തായി സണ്ണ് പോയി. ആൻഡ് സണ്ണ് പോയ സ്ഥിതിക്ക് ഇനി ഹീറ്റ് പോകാൻ എന്തെയും ഇതുപോലെ ടൈം എടുക്കും. അപ്പൊ ടൈം എടുത്തിട്ടായിരിക്കും ഹീറ്റ് ആയത്. സിമിലർലി ഹീറ്റ് പോകാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്പാരിറ്റീവ്ലി ഈ ആള് നൈറ്റിൽ എന്തായിരിക്കും ഹോട്ടായിരിക്കും. ആൻഡ് ഇവിടെ എന്തായിരിക്കും കോൾഡ് ആയിരിക്കും. റെഡിയാണല്ലോ. ലാൻഡ് എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി ഓഷ്യൻ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാൻഡ് കോൾഡറും ആൻഡ് നിങ്ങളുടെ ഓഷ്യൻ എന്തായിരിക്കും ഹോട്ടും ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ എയർ എന്താ ഹോട്ടല്ലേ, ഹോട്ട് എയർ. ആൻഡ് ഇവിടെ കോൾഡ് എയർ, ഇവിടെ കോൾഡ് എയർ ആയിരിക്കും. ഓക്കെ, കാണുന്നില്ലെങ്കിൽ ഇവിടെ കോൾഡ് എയർ. റെഡിയാണല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഹോട്ടിൽ നിന്ന് കോൾഡിലോട്ട് ഒരു ഫ്ലോ വരൂലേ? റെഡിയല്ലേ? അപ്പൊ എന്താവും ഹോട്ടിൽ നിന്ന് കോൾഡിലോട്ട് ഒരു ഫ്ലോ വരും. അപ്പൊ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അങ്ങനെയാണ് ലാൻഡ് ബ്രീസ് ഉണ്ടാകുന്നത്. അപ്പൊ ലാൻഡിൽ നിന്ന് സീയിലോട്ട് ഒരു വിൻഡ് വരും. അതാണ് ലാൻഡ് ബ്രീസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഫിഷർമാൻ നോട്ടീസസ് ദാറ്റ് വിൻഡ് ബ്ലോവിംഗ് ഫ്രം ലാൻഡ് ടു സീ ഈസ് അൺയൂഷ്വലി വീക്ക്. ലാൻഡിൽ നിന്ന് സീയിലോട്ട് വരുന്ന വിൻഡ് അൺയൂഷ്വലി വീക്ക് ആണ് ഓൺ എ പർട്ടിക്കുലർ നൈറ്റിലാണ്. ഒബ്വിയസ്ലി ലാൻഡ് ബ്രീസ് ആണല്ലോ. അങ്ങനെയാണ് ദ മോസ്റ്റ് ലൈക്ലി റീസൺ ഈസ്. അതിന്റെ റീസൺ എന്താണ്? അപ്പോ വിൻഡ് വീക്ക് ആവണേൽ എന്തായിരിക്കും റീസൺ? രണ്ടിനകത്തും ഒരേ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. ലാൻഡിനകത്തും ഒരേ ടെമ്പറേച്ചർ ആൻഡ് ഓഷനകത്തും ഒരേ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ വലിയ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലെങ്കിൽ വിൻഡ് അടിക്കേണ്ട കാര്യമുണ്ടോ? വിൻഡ് എന്താ സംഭവിക്കുന്നത്? ഹയർ ടെമ്പറേച്ചർ സോണിൽ നിന്ന് ലോ ടെമ്പറേച്ചർ സോൺ അങ്ങോട്ട് പോവാം. അപ്പോൾ രണ്ടിനും ഏകദേശം സിമിലർ ടെമ്പറേച്ചർ ആണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതാവണ്ടേ വിൻഡ് വീക്ക് ആവാനുള്ള റീസൺ? നോക്കാം. ഓപ്ഷൻ ഉണ്ടാവും. ദ സീ ഈസ് കൂൾഡ് ഫാസ്റ്റർ ദാൻ ലാൻഡ്. ഒബ്വിയസ്ലി നോ. സീ കൂൾ ആവാൻ വേണ്ടി ഒരുപാട് ടൈം എടുക്കും കമ്പയറിംഗ് വിത്ത് ലാൻഡ്. അടുത്തത്, ദ ലാൻഡ് ആൻഡ് സീ ഹാഡ് നിയർലി സെയിം ടെമ്പറേച്ചർ. റെഡി അല്ലേ? രണ്ടിനും സെയിം ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് അതിന്റെ റീസൺ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ആൻഡ് അടുത്ത ടോപ്പിക്കാണ് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ ഒന്നുമില്ല, നിങ്ങൾ മെറ്റൽസിനെ, സോളിഡ്സിനെ, ലിക്വിഡ്സിനെ എന്തിനേയും ഹീറ്റ് ആക്കി കഴിഞ്ഞാൽ അല്ല അത് എക്സ്പാൻഡ് ആവും. ഉദാഹരണം, നിങ്ങൾ റെയിൽവേ ട്രാക്കിനകത്ത്, നിങ്ങൾ ട്രെയിനകത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ റെയിൽവേ ട്രാക്കിനകത്ത് കണ്ടിട്ടുണ്ടാവും ഇതുപോലെ ഓരോ ഗ്യാപ്പ് അല്ലേ? നിങ്ങളുടെ റെയിലിന് ഓരോ ജോയിൻസിനകത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് ആക്ച്വലി എഞ്ചിനീയേഴ്സ് എന്തിനാണ് ഇടുന്നത്? അതിന് റീസൺ ഉണ്ട്. കാരണം എന്താ? ഹീറ്റ് ആവുന്ന സമയത്ത് മോർണിംഗ് ടൈമിനകത്ത് ഈ മെറ്റൽസ് ഹീറ്റ് ആകുമ്പോൾ ഇതെന്ത് ചെയ്യും? എക്സ്പാൻഡ് ആവും. അപ്പോൾ ഈ ഗ്യാപ്പും കൂടെ എക്സ്പാൻഡ് ആയിട്ട് അപ്പോൾ അതെന്ത് ചെയ്യും? ജോയിൻ ആവില്ലെങ്കിൽ പോലും അതിന് എക്സ്പാൻഷൻ കണക്കാക്കിയിട്ടാണ് അവിടെ ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. ഇൻ കേസ് അവിടെ ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് വലിയ ഡാമേജ് ഉണ്ടാക്കും. കാരണം രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകും. അപ്പോൾ അത് പ്രശ്നമാണല്ലോ. അത് പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഹീറ്റ് ആവുന്ന സമയത്ത് എന്താവും? സോളിഡ്സ് അതല്ലെങ്കിൽ ലിക്വിഡ്സ്, ഗ്യാസ് എല്ലാം എക്സ്പാൻഡ് ആവും. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ വീടിനകത്ത് പാലൊക്കെ മിൽക്ക് ബോയിൽ ആവുന്ന സമയത്ത് അത് പുറത്തോട്ട് പോകുന്നത് കണ്ടില്ലേ? അതെന്താണ്? എക്സ്പാൻഷൻ ആണല്ലോ. ആദ്യം നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ പാത്രമാണെന്ന് വിചാരിക്കും, നിങ്ങളുടെ യൂട്ടൻസിൽ, അതിനകത്ത് ഇത്രേ ലെവലുള്ളെങ്കിൽ ഹീറ്റ് ആവുന്ന സമയത്ത് പുറത്തോട്ട് വരൂലേ? അതെന്തുകൊണ്ടാണ്? എക്സ്പാൻഷൻ അല്ലേ? പുറത്തോട്ട് വന്നു, എക്സ്പാൻഷൻ ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. ലിക്വിഡ്സിനകത്തും സോളിഡ്സിനകത്തും ഗ്യാസിനകത്തും ഒക്കെ എക്സ്പാൻഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഹീറ്റ് ആവുന്ന സമയത്ത് എക്സ്പാൻഡ് ആവുമെങ്കിൽ, കൂൾ ആവുമെങ്കിൽ കൺട്രാക്ട് ആവും, വിച്ച് മീൻസ് ചെറുതായി ചുരുങ്ങിയിട്ട് വരും. അപ്പൊ അതെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ടു റോഡ് ഓഫ് ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് റോഡ്, വൺ കോപ്പർ ആൻഡ് വൺ ബ്രാസ് ആർ ഹീറ്റഡ് ബൈ സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ടുപേരും ഒരേ ഹീറ്റ് കൊടുത്തിട്ട് എന്താക്കിയിട്ടുണ്ട്? ഒരേ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊടുത്തിട്ട് ഹീറ്റ് ആക്കിയിട്ടുണ്ട്. ആരെ? കോപ്പറിനെയും ബ്രാസിനെയും. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ട്രൂ? ആരാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ബോത്ത് റോഡ് ഇൻക്രീസ് ദ ലെങ്ത് സെയിം എമൗണ്ട്. രണ്ടുപേരും ഒരേ എമൗണ്ടില ലെങ്ത് കൂടും. അതിന്റെ അടുത്തത് റോഡ് വിത്ത് ലാർജർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഇൻക്രീസ് വിത്ത് ലെങ്ത് മോർ. ആരാണ് കൂടുതൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഉള്ളത്? അയാളായിരിക്കും ലെങ്ത് കൂടുതൽ കൂടുന്നത്. ആൻഡ് ഹെവിയർ റോഡ് ഇൻക്രീസ് ലെങ്ത് മോർ. ആരാണ് വലുത്? അയാളായിരിക്കും കൂടുതൽ ലെങ്ത് കാണിക്കുന്നത്. നോയിദർ റോഡ് ചേഞ്ചസ് ലെങ്ത്. ഒരു റോഡും ലെങ്ത് ചേഞ്ച് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞല്ലോ. തെർമൽ എക്സ്പാൻഷനകത്ത് ഒരു പോയിന്റ് ഞാൻ പറയാൻ വേണ്ടി മറന്നു. അതാണ് ആക്ച്വലി നിങ്ങളുടെ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, അതാണ് നിങ്ങളുടെ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മെറ്റീരിയലിലും ഡിഫറെന്റ് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആയിരിക്കും. അതിന്റെ വാല്യൂസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ഈ കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരിക്കുക.
അപ്പോൾ ഓരോ മെറ്റീരിയലും ഹീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഡിഫറെന്റ് എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഹീറ്റ് ആകുന്ന സമയത്ത് അതിന്റെ ലെങ്ത് കൂടുമല്ലോ. അതാണല്ലോ നേരത്തെ പറഞ്ഞ തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ ലെങ്ത് കൂടുന്നത് ഓരോരുത്തരും ഓരോ പോലെ ആയിരിക്കും. ആർക്കാണോ ഈ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് കൂടുതലുള്ളത് അയാളായിരിക്കും ലെങ്ത് കൂടുതൽ കൂടുന്നത്. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് കോപ്പറും ബ്രാസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോപ്പറിനാണോ ബ്രാസിനാണോ കൂടുതൽ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്? നിങ്ങൾ അത് അറിയണ്ട. പക്ഷെ നിങ്ങൾ ഈ പോയിന്റ് അറിഞ്ഞിരിക്കുക, ദ റോഡ് വിത്ത് ലാർജർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഇൻക്രീസസ് ഇൻ ലെങ്ത് മോർ. ആർക്കാണോ ലാർജർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഉള്ളത് അയാളായിരിക്കും കൂടുതൽ ലെങ്ത് കൂടുന്നത്. എപ്പോ? തെർമൽ എക്സ്പാൻഷന്റെ സമയത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ അല്ല, വീണ്ടും അടുത്ത കോൺസെപ്റ്റ് തെർമോമീറ്റേഴ്സ്. തെർമോമീറ്റേഴ്സ് എന്താ? നിങ്ങളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്ത്? തെർമോമീറ്റർ. അപ്പൊ നിങ്ങൾ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യുന്നത് എന്താ? വെയ് ബാലൻസിനകത്തല്ലേ? ഓക്കെ, ഷോപ്പിനകത്ത് പോയിട്ട് നിങ്ങൾ 1 kg റൈസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തേലും വാങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്യുന്ന എങ്ങനെ? വെയ് ബാലൻസ് അല്ലേ? സിമിലർലി നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ഹോട്ട് ആണോ കോൾഡ് ആണോ എന്ന് അറിയാൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യണ്ടേ? ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഡിവൈസ് എന്താ? അതാണ് തെർമോമീറ്റർ. റെഡി ആണല്ലോ? ആൻഡ് തെർമോമീറ്റർ നമുക്ക് എന്തുണ്ട്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ് ഉണ്ട്. ഒരെണ്ണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ, അടുത്തതാണ് ലബോറട്ടറി തെർമോമീറ്റർ. ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? നിങ്ങളെ പനി പിടിച്ചിട്ട് ഫീവർ പിടിച്ചിട്ട് എപ്പോഴെങ്കിലും ഡോക്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് ഒരു തെർമോമീറ്റർ തരും. അതാണ് നിങ്ങളുടെ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ്. എന്തിനാ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് പനിയുണ്ടോ, ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ ആർ ഡിസൈൻ ടു മെഷർ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ. ദ ഫീച്ചർ ആൻ നാരോ റേഞ്ച് 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ആണ് നിങ്ങൾക്ക് ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുകയെന്നും കൂടെ അറിഞ്ഞിരിക്കാം. കാരണം എന്താ? നമ്മുടെ ഹ്യൂമൻ ബോഡി 35 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴാൻ പാടില്ല. ആൻഡ് 42 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കൂടാനും പാടില്ല. വിച്ച് മീൻസ് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 42 ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എങ്കിൽ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പനിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ പർപ്പസിന് ഇത്രയും മാത്രം ആവശ്യമുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 35 ഡിഗ്രി സെൽഷ്യസ് ടു 42 ഡിഗ്രി സെൽഷ്യസ്. അതിൽ അടുത്തതാണ് ലബോറട്ടറി തെർമോമീറ്റർ. കാരണം ലബോറട്ടറി ആവശ്യത്തിന് നമുക്ക് വളരെ കൂടിയ ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യേണ്ടി വരും. 100 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെ മെഷർ ചെയ്യുക? അതിന് വേറെ തെർമോമീറ്റർ വേണം. അതാണ് ലബോറട്ടറി തെർമോമീറ്റർ മെഷർ ബ്രോഡർ ടെമ്പറേച്ചർ റേഞ്ച് -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ അത്രയും -10 മുതൽ 110 ഡിഗ്രി സെൽഷ്യസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലബോറട്ടറി തെർമോമീറ്ററിനകത്ത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി ആണല്ലോ? അപ്പൊ ഇതാണ് നിങ്ങളുടെ ലബോറട്ടറി തെർമോമീറ്റർ, ഇതാണ് നിങ്ങളുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദ കിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയും ഇൻ എ ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സ് ബോർ ഈസ് ദർ ടു. എന്തിനാണ് കിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ? അപ്പോൾ കിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ, കിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗ്യാപ്പ് ആണെന്നില്ലേ? ഗ്യാപ്പ് അല്ല, ഇവിടെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തിക്നെസ് ഒന്ന് കുറയുന്നില്ലേ? അതാണ് കിങ്. ഓക്കെ, അപ്പൊ കിങ് എന്തിനാ? ആക്ച്വലി ഒന്നുമില്ല. നിങ്ങളുടെ തെർമോമീറ്റർ എടുത്തു, തെർമോമീറ്റർ നിങ്ങളുടെ ബോഡിക്കകത്ത് നിങ്ങൾ വെച്ചു. ഓക്കെ, ഇത് നിങ്ങൾ തെർമോമീറ്റർ ആണെന്ന് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. എൻ്റെ ബോഡി ഹാൻഡ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ വെച്ചു. ഒബിയസ്ലി അതിനകത്ത് റീഡിങ് കാണിക്കുമല്ലോ, റീഡിങ് കാണിച്ചു. അപ്പോൾ റീഡിങ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെർക്കുറി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെർക്കുറി ഉണ്ടാവും. ഈ മെർക്കുറി ഉണ്ടാവും ടെമ്പറേച്ചർ എന്ന സമയത്ത് എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പോൾ ഈ തെർമോമീറ്ററിനകത്തുള്ള മെർക്കുറി എക്സ്പാൻഡ് ആയി ഒരു പോയിന്റ് എത്തിയിട്ട് നിങ്ങൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കാണിക്കും. ആൻഡ് നിങ്ങൾ ഇതിനെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒബിയസ്ലി ഇപ്പോൾ ബോഡി ആയിട്ട് ടച്ച് വിട്ടല്ലോ, ആ മെർക്കുറി എന്താവും? താഴോട്ട് പോകൂലേ? അപ്പോൾ നിങ്ങൾ എടുത്തു, ആക്ച്വലി 41 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആൻഡ് നിങ്ങൾ എടുത്തു, ഒബിയസ്ലി 41 താഴോട്ട് പോകും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് മേ ബി നിങ്ങളൊരു 40 അല്ലെങ്കിൽ 39 ഒക്കെ കാണുന്നുണ്ടാവുള്ളൂ. അങ്ങനെ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ ആക്ച്വൽ ടെമ്പറേച്ചർ കിട്ടിയോ? കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കാരണം നിങ്ങൾ മെർക്കുറി റൈസ് ആയി 42 എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? മെർക്കുറിനെ ലോക്കാക്കി നിർത്തണം. മനസ്സിലായല്ലോ? അതിനെ ലോക്കാക്കി നിർത്തണം, താഴോട്ട് വരാൻ പാടില്ല. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ലോക്കാക്കി നിർത്താനുള്ള ഒരു സിസ്റ്റമാണ് ഈ കിങ് ഇവിടെ ഈ ചെറിയ ട്രാപ്പ് പോലെ ഇരിക്കുന്നത്, അഥവാ കൺസ്ട്രക്ഷൻ. അതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് എന്തിനാ കിങ് ഉപയോഗിച്ച് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് പറയാം ഹോൾഡ് ദ റീഡിംഗ് ആഫ്റ്റർ റിമൂവൽ. ഓക്കെ, തെർമോമീറ്റർ റീഡിംഗ് കഴിഞ്ഞ ശേഷം റിമൂവ് ചെയ്ത സമയത്ത് അതിന്റെ റീഡിങ്ങിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കിങ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? എ സയന്റിസ്റ്റ് വാണ്ട് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് മോൾട്ടൺ വാക്സ് at 120 degrees Celsius. Which thermometer is most suitable?
അപ്പോൾ 120°C ആർക്ക് ഒരു സയന്റിസ്റ്റിനെ മെഷർ ചെയ്യണം ആൻഡ് ഓഫ് മോൾട്ടൺ വാക്സിന്റെ. അപ്പൊ നിങ്ങൾ ഏത് തെർമോമീറ്റർ ഉപയോഗിക്കും? ക്ലിനിക്കൽ തെർമോമീറ്റർ ആണോ? അല്ല. കാരണം എന്താ? ക്ലിനിക്കൽ തെർമോമീറ്ററിനകത്ത് 35 മുതൽ 42 മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ കൂടിയത് പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ലബോറട്ടറി തെർമോമീറ്ററോ? അതും പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? -10 മുതൽ 110°C മാത്രമേ പറ്റുള്ളൂ. 110 ആണല്ലോ അതിന്റെ മാക്സിമം. 120 എങ്ങനെ മെഷർ ചെയ്യും? പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അടുത്തത് ക്ലിനിക്കൽ തെർമോമീറ്റർ മാഗ്നിഫൈ ലെൻസ്. ക്ലിനിക്കൽ തെർമോമീറ്റർ എടുത്തിട്ട് ഒരു ലെൻസ് എടുത്തിട്ട് ഇങ്ങനെ നോക്കാം. അപ്പൊ എന്താ 42 വലുതായി കാണോ? 42 ആണ് കാണേണ്ടത്. ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അത് പറ്റുമോ? അതും പറ്റില്ല. അടുത്തത് നൈദർ ക്ലിനിക്കൽ നോർ സ്റ്റാൻഡേർഡ് ലബോറട്ടറി. രണ്ടും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി ആണ്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് യൂണിറ്റ് കൺവേർഷൻ. അപ്പൊ നമ്മൾ ഇത്രയും നേരം °C എന്നൊക്കെ പറഞ്ഞു. എന്താ 37 അല്ലെങ്കിൽ 37.5°C ആണ് നിങ്ങളുടെ ബോഡിയുടെ ആവ ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു 98.6 ഫാരൻ ആണ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഞാൻ 98.6 ഫാരൻ എന്ന് പറഞ്ഞു, നേരത്തെ 37.5°C എന്ന് പറഞ്ഞു. അയ്യോ അതെന്താ സാറേ? ഒന്നുമില്ല. നിങ്ങൾക്ക് ഗ്രാം, കിലോഗ്രാം അല്ലെങ്കിൽ ലിറ്റർ, മീറ്റർ ക്യൂബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ലിറ്റർ, മീറ്റർ ക്യൂബ് എന്താണ്? വോളിയത്തിന്റെ യൂണിറ്റ് ആണ്. സിമിലർലി ഗ്രാം, കിലോഗ്രാം, മില്ലിഗ്രാം അങ്ങനത്തെ ഒക്കെ എന്താണ്? നിങ്ങളുടെ മാസിന്റെ യൂണിറ്റ് ആണ്. സിമിലർലി ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഡിഫറെന്റ് യൂണിറ്റിനകത്ത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണെന്ത്? സെൽഷ്യസ് അല്ലെങ്കിൽ ഫാരൻഹീറ്റ് അല്ലെങ്കിൽ കെൽവിൻ ഒക്കെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ ഡിഫറെന്റ് ടെമ്പറേച്ചർ യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു യൂണിറ്റിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ സെൽഷ്യസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കെൽവിൻ കിട്ടാൻ സെൽഷ്യസിലോട്ട് 273.15. അപ്പോൾ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ 37.5 ആണെങ്കിൽ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ എന്താ? ജസ്റ്റ് ആഡ് 273.15. അപ്പൊ മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് കെൽവിൻ എങ്ങനെ സെൽഷ്യസ് ആക്കുന്നത്? നേരെ റിവേഴ്സിലാണ്. കെൽവിൻ നിന്ന് 273.15 സബ്സ്ട്രാക്ട് ചെയ്യുക. അടുത്തത് ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് ആണ്. ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഷ്യസ് കിട്ടിക്കഴിഞ്ഞാൽ F-32 × 5/9 അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കൺവേർഷൻ എല്ലാം പഠിച്ചു വെക്കണം. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നത് ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു സെൽഷ്യസ് × 9/5 + 32. അടുത്തത് ഫാരൻഹീറ്റിനെ കെൽവിൻ ആക്കുന്നത് F-32 × 5/9 + 273.5 ആണ്. ആൻഡ് റിവേഴ്സിലെ K-273.15 × 9/5 + 32. നമുക്ക് എന്ത് ചെയ്യാം? 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. തെർമോമീറ്റർ 86° ഫാരൻ ആണ്. തെർമോമീറ്ററിനകത്ത് 86° ഫാരൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ടെമ്പറേച്ചർ കെൽവിൻ? കെൽവിനകത്ത് ടെമ്പറേച്ചർ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? 86° ഫാരനെ കെൽവിനാക്കി മാറ്റണം. എത്ര കെൽവിനാണ് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോർമുല ഉപയോഗിക്കണം. ഫാരൻ കെൽവിനാക്കുന്ന ഫോർമുല ഇവിടെ ഉണ്ട്. F-32 × 5/9 + 273.15. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ F-32 × 5/9 + 273.15. അപ്പോൾ നിങ്ങൾ F എത്ര? 86 ആണ്. 86 - 32 × 5/9 + 273.15 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആക്ച്വലി വരുന്നത് 303 എന്നായിരിക്കും. കാരണം 86 - 32 എന്താ? 86 ൽ 30 പോയി കഴിഞ്ഞാൽ 56 ആണ്. 56 ൽ 2 പോയി കഴിഞ്ഞാൽ 54 ആണ്. 54 × 5/9 ആൻഡ് 54 9 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 60 വരും. 6 വരും. 6 × 5 എന്താണ്? 30 ആണ്. 30 + 273.15 is actually equal to 303.15 ആണ്. ആൻഡ് 0.15 നമ്മൾ ചില സമയത്തൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളയാറാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 303 കെൽവിൻ ആണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുല നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷീറ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിച്ച് വെക്കാം. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താ? 303 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദ ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻക്രീസ് ഫ്രം 293 കെൽവിൻ ടു 353 കെൽവിൻ. 293 കെൽവിൻ നിന്ന് 353 കെൽവിൻ ആയിട്ട് ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ട്. ബൈ ഹൗ മെനി ഫാരൻഹീറ്റ് ഡിഗ്രി ഹാസ് ഇറ്റ് ഇൻക്രീസ്? അങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റിൽ എത്ര കൂടിയെന്ന്? ഓക്കെ, 293 to 353 കൂടി. എവിടെ? കെൽവിനകത്ത്. അപ്പോൾ ടോട്ടൽ എത്ര കൂടിയത്? 60 ആണല്ലോ. 353 - 293 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 കിട്ടും, അല്ല 60 കിട്ടും. റെഡിയാണല്ലോ? എത്രയാണ്? 60 ആണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 353 ന്ന് 293 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 ആണ് കിട്ടുന്നത്. അപ്പോൾ കെൽവിനകത്ത് 60 കൂടി. സിമിലർലി ഫാരൻഹീറ്റിനകത്ത് എത്ര കൂടി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 353നെ ഫാരനാക്കി കൺവേർട്ട് ചെയ്യണം, 293നെ ഫാരനാക്കി കൺവേർട്ട് ചെയ്യണം. രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് 353നെ നിങ്ങൾ ഫാരനാക്കണം, വിച്ച് മീൻസ് 353 കെൽവിൻ ആണ്. കെൽവിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫാരനാക്കണം. അതിനുള്ള ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ഫോർമുല ഇതാണ്, പഠിച്ചു വെച്ചോ. കെൽവിനെ ഫാരനാക്കുന്നത് K-273.15 ഇൻറ്റു 9/5 പ്ലസ് 32 ആണ്. K-273.15 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5 പ്ലസ് 32. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കെൽവിൻ എത്ര, 353 അല്ലേ? അപ്പോൾ 353 കെൽവിൻ ഈസ് ഈക്വൽ ടു 353 മൈനസ് 273.15 ഇൻറ്റു 9 ഇൻറ്റു 5/9 ഇൻറ്റു 5/9 പ്ലസ് 32. സോ ഇൻറ്റു 9/5 പ്ലസ് 32 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5 പ്ലസ് 32 ആണല്ലോ. ഇത്രയും ഡിഗ്രി ഫാരൻ. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 273 അല്ലേ ക്വസ്റ്റിനകത്ത് പറഞ്ഞത്, അല്ല 293 ആണെങ്കിൽ 293 കെൽവിൻ ഈസ് ഈക്വൽ ടു ഇതുപോലെ 293 മൈനസ് 273.15 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 32 ഡിഗ്രി ഫാരൻ എന്ന് എഴുതാം. ശരിയല്ലേ? ഫോർമുല ശരിയല്ലേ? കെൽവിനെ ഫാരൻ ആക്കുന്നത് K-273.15 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5 പ്ലസ് 32. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡിഗ്രിയാണ് കൂടിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ എഴുതി നോക്കാം. സോ 353 മൈനസ് 273.15 അതിനെ ബ്രാക്കറ്റിലാക്കുന്നുണ്ട്, കാരണം പുറത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വന്നു, ആൻഡ് പ്ലസ് 32. അപ്പോൾ ഒന്നാമത്തെ ആൾ കഴിഞ്ഞു, എല്ലാം കൂടെ ടോട്ടൽ ഒരു ബ്രാക്കറ്റിലാക്കി. മൈനസ്, കാരണം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മൈനസ് അടുത്തത് 293 മൈനസ് 273.15 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5 കാണുന്നുണ്ടോ? 9 ഡിവൈഡ് ബൈ 5 പ്ലസ് 32 ഡിഗ്രി ഫാരൻ. റെഡി ആണല്ലോ? അപ്പോൾ അടുത്ത പേജിനകത്തോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 373 മൈനസ് 273.15 ഇൻറ്റു 9/5 പ്ലസ് 32 മൈനസ് 293 മൈനസ് 273.95 പ്ലസ് 32. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ മൈനസ് ആക്ച്വലി രണ്ടിനും കോമൺ ആണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് അകത്തോട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് വലതും കട്ടായി പോവോ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മാത്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവണേ. 353 മൈനസ് 273.15 ഇൻറ്റു 9/5 പ്ലസ് 32 മൈനസ് നിങ്ങൾക്ക് 293 മൈനസ് 273.9/5 ഉണ്ട്. അതുപോലെ പിന്നെ എന്ത് ചെയ്യും, ഒരു പ്ലസ് 32 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, മൈനസ് ആയി പോകും. ഈ മൈനസും ഈ പ്ലസും കൂടെ മൈനസ് ആയി പോകും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് 293 മൈനസ് 273 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 5 മൈനസ് 32 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ 32 കൂടെ പോകും, കാരണം പ്ലസ് 32 മൈനസ് 32 ഈസ് ആക്ച്വലി 0. അപ്പോൾ അടുത്ത സ്റ്റെപ്പിനകത്ത് നിങ്ങൾക്ക് 373 മൈനസ് 273.15 ഇൻറ്റു 9/5 ഉണ്ട്, ആൻഡ് മൈനസ് 293 മൈനസ് 273 ഇൻറ്റു 9/5 ഉണ്ട്. അപ്പോൾ 9/5 ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം ഞാൻ കോമൺ ആക്കി പുറത്തെടുത്തിട്ടുണ്ടില്ല. 353 മൈനസ് 273.15 മൈനസ് 293, ശ്രദ്ധിക്കണേ, ഈ മൈനസ് കൊണ്ട് പ്ലസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് 273 എന്ന് വരും. ആൻഡ് ഫൈനൽ ആൻസർ 9/5 ഇൻറ്റു ഈ 273യും ഈ 273 ക്യാൻസൽ ആയി പോകും. ഒരെണ്ണം മൈനസ് ആണ്, ഒരെണ്ണം പ്ലസ് ആണ്. അപ്പോൾ ഇത് രണ്ടും പോയി. ബാക്കി ഇവിടെ 1.15 ഉണ്ട്, മറക്കല്ലേ, 0.15 ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് വിട്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അത് കട്ടായി പോയി. ബാക്കി 353 മൈനസ് 293 എന്ന് വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 9/5 ഇൻറ്റു 353 മൈനസ് 293 ഈസ് ആക്ച്വലി 60 ആണല്ലോ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 9/5 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 108. റെഡിയാണോ? അങ്ങനെയാണ് ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത്രയും വലിയ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഈ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല എത്രയേ ഉള്ളൂ, 9/5 ഇൻറ്റു എത്രയാണോ നിങ്ങളുടെ ഡിഫറൻസ്, അത് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് 2 കെൽവിൻ ടെമ്പറേച്ചർ കിട്ടി, ആൻഡ് ഫാരൻ ഹീറ്റിനകത്ത് അത് എത്ര കൂടിക്കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ തന്നിട്ടുള്ള 293 353 അതിന് ഡിഫറൻസ് എടുക്കുക. എത്ര, 60. ആ 60നെ നിങ്ങൾ 9 ഡിവൈഡ് ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടൂലേ, അതാണ് നിങ്ങളുടെ ആൻസർ. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും വലിയ സ്റ്റെപ്പിനകത്ത് ചെയ്തത്. സോ നിങ്ങൾക്ക് ആക്ച്വൽ മെത്തേഡ് എന്താണ്, രണ്ടിനെയും ഫാരൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏതൊരു ടെമ്പറേച്ചർ ഡിഫറൻസിനും 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ബാക്കി റിമൈനിങ് വരുന്ന എല്ലാം കട്ടായി പോയി. 273 കട്ടായി പോയി, അതിന് 32 എല്ലാം കട്ടായി പോകും. റിമൈനിങ് ആയിട്ട് വരുന്നത് ഇയാൾ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ അത് നേരെ ഈസി ആയിട്ട്
വളരെ ചെറിയ ടൈമിൽ തന്നെ മിനിമൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. റെഡി ആണല്ലോ? 9/5 ഇൻറ്റു 60 ചെയ്തു ഇവിടെ. കാരണം എന്താ 293 353 രണ്ടും കൂടെ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 60 കിട്ടി. ശ്രദ്ധിക്കണേ, കെൽവിൻ ഫാരനാക്കാനാണ് ഈ ട്രിക്ക്. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹീറ്റിനകത്തുള്ള മേജർ കോൺസെപ്റ്റ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കാനുള്ള എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് NSMCക്ക് ഇനി ആരും രജിസ്റ്റർ ആക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ക്ലാസ് എല്ലാം ഇവിടെ തരുന്നുണ്ട്. ഇലക്ട്രിസിറ്റിൻ്റെ ക്ലാസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ആൻഡ് മാത്സിനകത്തിൻ്റെ ക്ലാസ്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി ആണല്ലോ? ആൻഡ് ബാക്കിയുള്ള സയൻസ് ക്ലാസ്സും വരുന്നുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് കാരണം എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിനകത്ത് പറയാം. ആൻഡ് നിങ്ങൾ അഡ്മിൻ അതല്ല നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം അഡ്മിനകത്ത് ചോദിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും NSMC രജിസ്റ്റർ ആക്കി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു ആൾ. അപ്പോൾ വീണ്ടും അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.